ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതയാത്രയ്ക്കകത്ത് പിന്തുണ നൽകാൻ ചില വ്യക്തിത്വങ്ങൾ ഉണ്ട് എങ്കിൽ ഉറപ്പായും നാം ഒരു പരാജയം ആയിരിക്കില്ല, ഒരു വലിയ വിജയമായിരിക്കും. ഇന്ന് നാം ഈ വീഡിയോയിലൂടെ ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതയാത്രയ്ക്കകത്ത് നമുക്ക് പിന്തുണ നൽകുന്ന ഏതെങ്കിലും ഒരു വ്യക്തിത്വം ഉണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ആ വലിയ നന്മകൾ, നമ്മുടെ ജീവിതയാത്രയിൽ ഉണ്ടാകുന്ന ചില വീഴ്ചകൾ, ആ വീഴ്ചകളിൽ നമ്മെ ആശ്വസിപ്പിക്കാൻ, നമ്മെ കരുതാൻ, നമ്മെ താങ്ങി നിർത്താൻ ഏതെങ്കിലും ഒരു കൈ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ നാം നമ്മുടെ ജീവിതയാത്രയിൽ വലിയൊരു വിജയമായി മാറും. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ദൈവത്തിൻ്റെ സമാധാനവും ദൈവത്തിൻ്റെ സ്നേഹവും അനുഗ്രഹവുമുള്ള ഒരു നല്ല കുടുംബം എങ്ങനെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാം, എങ്ങനെയാണ് വലിയൊരു അടിത്തറയുള്ള നല്ലൊരു ഭവനത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. ദൈവസ്നേഹവും ദൈവത്തിൻ്റെ സമാധാനവും ദൈവത്തിൻ്റെ അനുഗ്രഹവും നന്മയേറിയ ആ നല്ലൊരു ഭവനത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന സകലരും താഴെ കമൻറ്റ് ബോക്സിൽ വലിയൊരു വിശ്വാസത്തോടെ ഇപ്രകാരം ഒന്ന് എഴുതുക: എൻ്റെ ദൈവം എന്നെയും എൻ്റെ കുടുംബത്തെയും വലിയ നന്മകളിലേക്ക് നയിക്കും. നിങ്ങളുടെ ഈ ചെറിയ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നന്മകൾ ചെയ്യാനായി പോകുന്നു. സഹോദരങ്ങളെ, നിങ്ങൾക്കായുള്ള ഇന്നത്തെ വചനം സങ്കീർത്തനം 84:11. നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല. നമ്മുടെ ജീവിതയാത്രയിൽ വീണു പോകുമ്പോൾ താങ്ങാൻ ഒരാൾ ഉണ്ടാകുക എന്നത് അതൊരു ഭാഗ്യമാണ്. സഹോദരങ്ങളെ, നല്ലൊരു ഭവനത്തിനു വേണ്ടി, നല്ലൊരു കുടുംബജീവിതത്തിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഭർത്താവിന് ഭാര്യയും ഭാര്യയ്ക്ക് ഭർത്താവും, അവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുമ്പോൾ അവർക്ക് ലഭിച്ച തലമുറകളും, ഇവർ ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ സൗന്ദര്യം, ഇവർ ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ അനുഗ്രഹം വേറെ എങ്ങും തന്നെ ലഭിക്കുകയില്ല. ഒരു ഭവനത്തിൽ തൻ്റെ ഭർത്താവിനും തൻ്റെ ഭാര്യ താങ്ങായിരിക്കുന്നതും തൻ്റെ ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവ് താങ്ങായിരിക്കുന്നതും ആ ഭവനത്തിന് വലിയൊരു അനുഗ്രഹമാണ്. വചനം ഇങ്ങനെയാണ് പറയുന്നത്: നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. വചനത്തിൽ പറയുന്നത് ഇവിടെ യഹോവ ഭക്തിയുള്ള ഒരു കുടുംബത്തെക്കുറിച്ച്, ഒരു ഭാര്യയെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും മക്കളെക്കുറിച്ചുമാണ് പറയുന്നത്. ഈ വചനത്തെ എടുത്തുവെച്ച് ഇതിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവത്തോട് ഈ വാക്കുകൾ വളരെ വ്യക്തമായി തന്നെ പറയുക: കർത്താവേ, എൻ്റെ ജീവിതത്തിനകത്ത് ഇതുപോലൊരു വലിയ ശ്രേഷ്ഠമായ അനുഗ്രഹം വെളിപ്പെട്ടു തന്നെ വരണം. കർത്താവേ, അങ്ങ് ഞങ്ങളെ ആശീർവദിക്കണം. കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകണം. ദൈവത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകണം എന്ന് നിങ്ങൾ വളരെ വ്യക്തമായി തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇതിലെ വലിയൊരു രഹസ്യം എന്താണെന്ന് പറഞ്ഞാൽ, ഏത് വീഴ്ചയിലും തൻ്റെ ഭാര്യയ്ക്ക് ഭർത്താവ് താങ്ങായിരിക്കുമ്പോഴും തൻ്റെ ഭർത്താവിന് ഭാര്യ താങ്ങായിരിക്കുമ്പോഴും തൻ്റെ മക്കളോടൊപ്പം ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ഈ ലോകത്തിൽ എത്ര വലിയ വെല്ലുവിളികൾ ഉണ്ടായാലും, എത്ര വലിയ നഷ്ടങ്ങൾ ഉണ്ടായാലും, എത്ര വലിയ ചതിക്കുഴികളിൽ വീണുപോയാലും അതിൽ നിന്നുമൊക്കെ നമുക്ക് വലിയൊരു കരകയറ്റം, ദൈവത്തിൻ്റെ അനുഗ്രഹം, വലിയൊരു നന്മയിലേക്കുള്ള കുതിച്ചുചാട്ടം ഉറപ്പായും വലിയൊരു വിജയത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ എത്തിക്കുവാൻ ഈ വലിയൊരു കൂട്ടായ്മയ്ക്ക് സാധിക്കും. ഇതൊരു ചെറിയ കൂട്ടായ്മയല്ല, ഇത് ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയൊരു കൂട്ടായ്മയാണ്. കുടുംബം ഒരുമിച്ചുണ്ട് എങ്കിൽ ഈ ഉലകത്തിലുള്ള സകല വ്യക്തിത്വങ്ങളും നിങ്ങൾക്ക് എതിരായി നിന്നാലും, ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും തുണ നിൽക്കുമ്പോൾ അതിൽ പരം വലിയ വിജയം ഈ ഉലകത്തിൽ മറ്റൊന്നില്ല, ഈ ഉലകത്തിൽ ലഭിക്കാനില്ല. സഹോദരങ്ങളെ, വചനം പറയുന്നു, കൂറിൻ്റെ ക്രമപ്രകാരം ആലയത്തിന് അകത്ത് അതിപരിശുദ്ധ സ്ഥലത്ത് കയറി ചെന്നപ്പോൾ ദൈവിക ദർശനം സംഭവിക്കുകയും അവിടെ നിന്ന് ഉണ്ടായ ചില കാരണങ്ങളാൽ തൻ്റെ വായ് അടഞ്ഞ് സംസാരിക്കാൻ കഴിയാതെയിരുന്നു. തൻ്റെ ഭാര്യയാകുന്ന എലിസബത്ത് ഒരു വാക്കുകൊണ്ട് പോലും തന്നെ കുറ്റപ്പെടുത്തുന്നതായിട്ടോ തൻ്റെ കുറവ് കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കുന്നതായിട്ടോ നമുക്ക് കാണാൻ സാധിക്കില്ല.
പിന്നീട് അവർ ഒരുമിച്ച് നിന്ന കുടുംബക്കാരുടെയും ബന്ധുക്കളുടെയും മുൻപിൽ ദൈവിക ദർശനത്തിന് അനുസരിച്ച് അവർക്ക് ലഭിച്ച തലമുറയ്ക്ക് പാരമ്പര്യത്തെ ബ്രേക്ക് ചെയ്തുകൊണ്ട് യോഹന്നാൻ എന്ന് പേരിട്ടു. അതുപോലെ തന്നെ മറിയയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ജോസഫ് ഈ മറിയയെ ശ്രേഷ്ഠമായി ചേർത്ത് പിടിച്ചു. ഈ ചേർത്ത് പിടിച്ച ജോസഫിനെ നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഇനി തലമുറകളുടെ കാര്യമെടുത്താലോ, യേശുക്രിസ്തു ദൈവപുത്രനായാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ 30-ാമത്തെ തിരുവയസ്സിൽ തന്റെ നിയോഗത്തിലേക്ക് പ്രവേശിക്കുന്നതുവരെയും തന്റെ മാതാപിതാക്കൾക്ക് കീഴടങ്ങി നിന്നു എന്ന വചനം നമ്മെ അറിയിക്കുന്നുവെങ്കിൽ 128-ാം സങ്കീർത്തനത്തിൽ ദൈവഭക്തനായ ഒരു പുരുഷനെക്കുറിച്ച് വിളിച്ചു പറയുമ്പോൾ ഈ 3 ഉദാഹരണങ്ങളും തന്നെ നമുക്കൊരു അനുഗ്രഹത്തിന് കാരണമല്ലേ? അതുകൊണ്ട് ഇന്നു മുതൽ ദൈവത്തോട് പറയുക, കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ഇങ്ങനെ ചിലത് സംഭവിക്കണം. പൈശാചിക ശക്തികൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഇരുളിന്റെ ശക്തികൾ പൂർണ്ണമായും മാറണം. പുറപ്പാടിന്റെ പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കുഞ്ഞാടിന്റെ രക്തം മുദ്രയിടപ്പെട്ട ആ കുടുംബത്തിനകത്ത് സംഹാരദൂതൻ കയറി വന്നില്ല എങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ നല്ല സമയത്തിൽ വിളിച്ചു പറയണം, യേശുവിന്റെ നിയമ രക്തത്താൽ എൻ്റെ കുടുംബത്തെ അവിടുന്ന് വ്യക്തമായി പ്രൊട്ടക്റ്റ് ചെയ്യണം. ആ വലിയ സംരക്ഷണത്തിന്റെ പ്രാർത്ഥന നിങ്ങൾ ഇന്ന് ഈ നിമിഷം മുതൽ ചൊല്ലിത്തുടങ്ങുക. സഹോദരങ്ങളെ, വചനം പറഞ്ഞതുപോലെ ജോസഫിനെ പോലെ തൻ്റെ ഭാര്യയെ ചേർത്ത് നിർത്തുന്ന എത്ര ഭർത്താക്കന്മാർ ഈ ലോകത്ത് ഇപ്പോൾ ഉണ്ട്. നാം സ്വയം ഒന്ന് വിലയിരുത്തുക. ഞാൻ എൻ്റെ ഭാര്യയെ ജോസഫിനെ പോലെ തൻ്റെ ഭാര്യയെ ചേർത്ത് നിർത്തുന്നുണ്ടോ? എലിസബത്തിനെ പോലെ തൻ്റെ ഭർത്താവിനെ എത്രത്തോളം മനസ്സ് വേദനിപ്പിക്കാതെ, കുറ്റം പറയാതെ എത്രത്തോളം തൻ്റെ ഭർത്താവിനെ ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയുന്നുണ്ട്? അതുപോലെ തന്നെ തലമുറകൾ യേശുവിനെ പോലെ തൻ്റെ മാതാപിതാക്കളെ അനുസരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഈ നല്ല നിമിഷത്തിൽ ദൈവം നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് നൽകുന്നു. നിങ്ങൾ ഭാര്യയെ ചേർത്ത് നിർത്തുക. നിങ്ങൾ ഭർത്താവിനെ ചേർത്ത് നിർത്തുക. മക്കൾ മാതാപിതാക്കൾക്ക് അനുസരണയുള്ള മക്കളായി വളരുക. നിങ്ങളുടെ ഈ കൂട്ടായ്മയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു നന്മ കൊണ്ടുവരുന്നത്. നിങ്ങളുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥന അത് സ്വർഗത്തിലെത്തുന്ന പ്രാർത്ഥനയാണ്. പൈശാചിക പ്രവർത്തനങ്ങളെ തടഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഭവനത്തിലേക്ക് കയറി വരുവാനുള്ള വലിയൊരു വാതിലാക്കി അതിനെ മാറ്റുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നു മുതൽ നമുക്ക് ഭർത്താവിനെ അനുസരിച്ചുകൊണ്ട്, ഭർത്താവിൻ്റെ വാക്ക് കേട്ടുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട്, ബഹുമാനിച്ചുകൊണ്ട്, ഭർത്താവിന് വലിയൊരു താങ്ങായി നിന്നുകൊണ്ട് നന്മയുള്ള ഒരു ഭവനത്തെ നമുക്ക് കെട്ടിയെടുക്കാം. അതുപോലെ തൻ്റെ ഭാര്യയെ സ്നേഹിച്ചുകൊണ്ട്, ബഹുമാനിച്ചുകൊണ്ട്, തൻ്റെ ഭാര്യയ്ക്ക് വലിയൊരു താങ്ങായി മാറിക്കൊണ്ട് നന്മയേറിയ ഒരു ഭവനത്തെ നമുക്ക് കെട്ടിയെടുക്കാം. മാതാപിതാക്കളെ അനുസരിച്ചുകൊണ്ട്, അവരെ സ്നേഹിച്ചുകൊണ്ട്, കരുതിക്കൊണ്ട്, അവരെ ബഹുമാനിച്ചുകൊണ്ട് നല്ലൊരു ഭവനത്തെ നമുക്ക് നേടിയെടുക്കാം. നമുക്കൊരുമിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, നമ്മുടെ കുടുംബമായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, ഭവനത്തിൽ ദൈവിക സാന്നിധ്യം നിറച്ചുകൊണ്ട് കർത്താവിൻ്റെ സമാധാനമുള്ള ഒരു ഭവനത്തെ നമുക്ക് നേടിയെടുക്കാം. ദൈവസ്നേഹം കൈമാറിക്കൊണ്ട് ദൈവത്തിൻ്റെ സമാധാനമുള്ള നല്ലൊരു ഭവനത്തെ നമുക്ക് നേടിയെടുക്കാം. ഈ കേട്ട വചനത്താൽ നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബത്തെയും, ഭാര്യ ഭർത്താവിനെയും മക്കളെയും ദൈവസ്നേഹത്തിൽ നിറച്ചുകൊണ്ട് ഇന്നു മുതൽ എന്നേക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ആ ഭവനത്തിൽ ഉണ്ടാകുവാനും ആ ദൈവപ്രവൃത്തി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമാറാകട്ടെ. ആമേൻ.